ആദ്യ ദിനം ഇന്ത്യൻ ബൗളർമാർ തിളങ്ങിയെങ്കിൽ രണ്ടാം ദിനം ബാറ്റർമാർ കരുത്ത് കാട്ടി. അഹമ്മദാബാദിൽ ഇന്ത്യക്കായി പിറന്നത് 3 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും. 121-ന് 1 എന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച ഇന്ത്യക്കായി ഗില്ലും രാഹുലും ചേർന്ന് 3-ാം വിക്കറ്റിൽ പടുത്തുയർത്തിയത് 98 റൺസിന്റെ കൂട്ടുകെട്ട്. നായകൻ ഗിൽ അർദ്ധ സെഞ്ചുറിയോടൊപ്പം റെക്കോർഡുമായി മടങ്ങി. 47 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായി സ്വന്തം മണ്ണിൽ കളിക്കുന്ന ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി അടിക്കുന്ന താരമായി മാറി ഗിൽ. ഇതിനു മുമ്പ് 1978-ൽ വിൻഡീസിനെതിരെ സുനിൽ ഗവാസ്കറാണ് ഈ നേട്ടത്തിലെത്തിയത്. ഗില്ലിന് പിന്നാലെ വന്ന ജുറേൽ രാഹുലിന് മികച്ച പിന്തുണ നൽകി. ടെസ്റ്റിലെ 11-ാമത്തെ സെഞ്ചുറി തികച്ചാണ് രാഹുൽ മടങ്ങിയത്. പിന്നീട് ഒരുമിച്ച ജുറേലും ജഡേജയും കൂടി വിൻഡീസ് ബൗളർമാരെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ജുറേൽ സല്യൂട്ട് അടിച്ച് കാർഗിൽ യുദ്ധത്തിന്റെ ഭാഗമായ അച്ഛനെ അർദ്ധ സെഞ്ചുറി സമർപ്പിച്ചു. ജഡേജയും ജുറേലും 206 റൺസിന്റെ കൂട്ടുകെട്ടാണ് 4-ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. സെഞ്ചുറി തികച്ച ജുറേൽ 125 റൺസ് നേടി പുറത്തായി. പിന്നാലെ 4 സിക്സറുകൾ അടിച്ച് ഇതിഹാസ നായകനായ മഹേന്ദ്ര സിംഗ് ധോണിയെ മറികടന്ന് രവീന്ദ്ര ജഡേജ. ടെസ്റ്റിൽ 78 സിക്സറുകളാണ് ധോണിയുടെ പേരിലുണ്ടായിരുന്നത്. ധോണിയെ മറികടന്ന് 4-ാമനായി ജഡേജ. സെഞ്ചുറി തികച്ച ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിലുള്ളത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.